താറാവ് വളർത്തൽ. താറാവിൻ്റെ പ്രത്യേകതകൾ: കുറഞ്ഞ മുതൽ മുടക്ക്, ലളിതമായ കൂട്, കോഴികളേക്കാൾ മുട്ടയുൽപാദനശേഷി കൂടുതൽ, വലിപ്പമേറിയ മുട്ടകൾ, മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി വളർത്താം, 2-3 വർഷം വരെ മുട്ടയുൽപാദനം, ദ്രുതഗതിയിലുള്ള വളർച്ച, രോഗങ്ങൾ കുറവ്, അതിരാവിലെ മുട്ടയിടുന്നു, ജലാശയങ്ങളിൽ അഴിച്ചുവിട്ട് വളർത്താം. വിവിധ ഇനം താറാവുകൾ: മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നവ, ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നവ, അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നവ. മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നവ: ഇന്ത്യൻ റണ്ണർ, ഒരു വർഷം 335 മുട്ടകൾ പ്രതീക്ഷിക്കാം. കാക്കി ക്യാമ്പൽ, വർഷം 350 മുട്ടകൾ. ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നവ: വിഗോവ സൂപ്പർ, വൈറ്റ് പെക്കിൻ, മസ്കോവി. അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നവ: ഡക്കോയി, കേയുഗ. കേരളത്തിലെ നാടൻ താറാവുകൾ: ചാര, ചെമ്പല്ലി. താറാവിൻ കുഞ്ഞുങ്ങൾക്ക് 6 ദിവസം പ്രായമാകുമ്പോൾ അവയെ ദിവസം അരമണിക്കൂർ സമയം വീതം വെള്ളത്തിൽ വിടാവുന്നതാണ്. വെള്ളം കൊടുക്കുന്ന പാത്രത്തിന് 3 ഇഞ്ച് താഴ്ച ഉണ്ടായിരിക്കണം. 3 ആഴ്ച വരെ ക്രമമായി കൂടുതൽ സമയം അവയെ വെള്ളത്തിൽ വിട്ട് വളർത്തണം. താറാവിന് നീന്തുന്നതിന് എപ്പോഴും ജലാശയം കൂടിയേ തീരൂ എന്നില്ല. എങ്കിലും തല മുഴുവനും മുങ്ങത്തക്ക വിധം പാത്രങ്ങളിൽ വെള്ളം കൊടുത്തില്ലെങ്കിൽ താറാവിൻ്റെ കണ്ണുകൾക്ക് രോഗബാധ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വേനൽക്കാല പരിചരണം: വേനൽക്കാലത്ത് അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുമ്പോൾ താറാവിന് ചിറകടിച്ച് കുളിക്കുന്നതിന് ആവശ്യമായ വെള്ളം കൊടുക്കണം. ഇല്ലെങ്കിൽ ഉൽപാദനം കുറയാം. തോടുകളോ ജലാശയങ്ങളോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ താറാവിൻ കുഞ്ഞുങ്ങൾക്ക് കയറി ഇറങ്ങാവുന്ന രീതിയിൽ പാത്രങ്ങളോ ബേസിനുകളോ ടാർപാളിൻ കുളങ്ങളോ ക്രമീകരിച്ചാൽ മതി. താറാവ് വളർത്തൽ ഫാമുകൾ: പരിശീലനം നൽകുന്ന സർക്കാർ സ്ഥാപനങ്ങൾ. 2 ദിവസം ദൈർഘ്യമുള്ള സൗജന്യ പരിശീലനമാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള താഴെ പറയുന്ന 7 പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്.